ഹലോ ഗായ്സ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഹാർഡ് കോർ വേൾഡ് തുടങ്ങാൻ പോവാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഹാർഡ് കോർ വേൾഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കുന്ന ഹാർഡ് കോറാണ്. സീസൺ 1 ആണ്. എനിക്ക് കുറേ സീസൺ കൊണ്ടുപോകണമെന്നുണ്ട്, ചാവാണ്ട് നിന്നാൽ മാത്രം. അപ്പോൾ ഇത് എപ്പിസോഡ് 1, സീസൺ 1ത്തെ എപ്പിസോഡ് 1. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു സ്ഥലം കണ്ടെത്തണം. അതിനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു വില്ലേജ് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ. പക്ഷേ വന്ന സ്ഥലം തീരെ ശരിയില്ല. ഇത് നമ്മളെ മറ്റേ സ്ഥലമാണ്, ഐസ് ഏജ് സ്ഥലമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു എന്താ പറയുക, ഒരു വില്ലേജ് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ, അല്ലെങ്കിൽ നമുക്കൊരു ഗ്രീൻ പ്ലേസിൽ നിൽക്കണം. അതായത് ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് മാറണം, അതെന്തായാലും ഉറപ്പാണ്. ഇവിടെ നിന്ന് എന്തായാലും മാറാം. അത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു വില്ലേജ്, നമ്മൾ സ്പോൺ ചെയ്യുന്ന സ്ഥലത്ത് 60% വില്ലേജ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ഉണ്ട്, അതാ വില്ലേജ് ഞാൻ പറഞ്ഞിട്ടില്ലേ. നമുക്ക് വില്ലേജിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ആദ്യം. അപ്പോൾ വില്ലേജിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാം. പക്ഷേ അയങ്കോളം ഉണ്ട് ഇവിടെ. അയങ്കോളത്തിന് തട്ടണം നമുക്ക്. അയങ്കോളം നമുക്ക് വേണം. പക്ഷേ ആദ്യം നമുക്ക് ആക്സ് സോഡ് ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഇത് വേണം. ആദ്യം നമുക്ക് ഇത്തിരി ഇത് ഉണ്ടാക്കണം. നമുക്കാദ്യം തന്നെ പിന്നെ ബെഡ് വേണം നമുക്ക്. ഒരു ബെഡ് അങ്ങ് പൊളിച്ചെടുക്കാം. ആൻഡ് കുറേ പ്ലാനുണ്ട് എനിക്ക്. കുറേ ബിൽഡിംഗ് എല്ലാം ചെയ്യണമെന്നുണ്ട്. കുറേ ബിൽഡിംഗ് സംഗതികളെല്ലാം ഉണ്ട്, അതെല്ലാം ചെയ്യണമെന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. നമുക്ക് പൊട്ടറ്റോ ഉണ്ട്, ഒരു ബ്രെഡും 3 പൊട്ടറ്റോ, ഒരു ഫർണൈസറുമാണ് കിട്ടിയിട്ടുള്ളത്. ഈ സാധനം വേണം ഗൈസ്. എൻ്റെ ഇവിടെ ഗൈസ് അയൺ കിട്ടിയിട്ടുണ്ട്. ഈ ബണ്ണും കിട്ടിയിട്ടുണ്ട്, ബ്രെഡ് കിട്ടിയിട്ടുണ്ട്, അയൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് തുടക്കത്തിൽ തന്നെ അയണും കിട്ടി. നല്ലൊരു തുടക്കം തന്നെ ആയിരിക്കും. എല്ലാ ചെസ്റ്റും ഒന്ന് തുറന്നു നോക്കാം ഗൈസ്. 11 ബണ്ണുകളായിട്ടുണ്ട്. ഇപ്പോൾ വിത്ത് എന്തായാലും വേണം, നമുക്ക് ആവശ്യം വരും. ഫർണേസ് ഉണ്ട്, അത് നമുക്ക് തൽക്കാലം വേണ്ട. സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും പോകണം, അതാണ് അടുത്ത നോക്കേണ്ടത്. കൃഷിയും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. നമുക്ക് എല്ലാ വീട്ടിലും ഞാൻ കയറിയെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എല്ലാ വീട്ടിലും കയറിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ഇവിടെ കിടന്നുറങ്ങാം, രാത്രി ആയിട്ടുണ്ട് ഗായ്സ്. വീട്ടിൽ കയറി എല്ലാ വീട്ടിലും തപ്പുന്നാകത്തേക്ക് രാത്രി അറിഞ്ഞില്ല. പക്ഷെ ഞാൻ ഏതാണ്ട് ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ മേലെയായി ഞാൻ ഇപ്പം കളിക്കാത്തത്. ഞാൻ കുറേ വർഷമായി കളിക്കാത്ത, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു കുറവുകളുണ്ടാവും. കുറേ വർഷമായി ഞാൻ ഇപ്പം കളിക്കാത്തത്. കളി എനിക്കൊരു കിട്ടിയ കാരണം, കിട്ടിയാൽ നമുക്ക് നല്ലോണം തന്നെ. പക്ഷേ ഇത് ഹാർഡ് കോറാണ്, ചത്തതാണ്. പിന്നെ ഇതില്ല. അതുപോലെയായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആദ്യം തന്നെ നമുക്ക് മരവും കാര്യങ്ങളും വെട്ടാൻ പോകണം. പിന്നെ ഗൈസ് ചാവാണ്ടിരിക്കാൻ അത്രയും നോക്കാം. നമുക്ക് കേവും കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം കയറണ്ട, അതാണ് നമുക്ക് നല്ലത്. മിനിമം ഒരു 3 സീസണെങ്കിലും നമുക്ക് ആക്കണം. 3 എപ്പിസോഡെങ്കിലും, അല്ലെങ്കിൽ നാണക്കേടാണ്. പിന്നെ ഗായ്സ് വീട് വെക്കണം. വീടിന് വേണം എന്തെങ്കിലും അടുത്ത എപ്പിസോഡ് ഇട്ടിട്ട് സംഗതികൾ സ്ഥലമെല്ലാം കണ്ടുപിടിച്ച് അവിടെ തുടങ്ങാൻ പോകുന്നതായിരിക്കും. വീടിൻ്റെ പണിയും കാര്യങ്ങളെല്ലാം നമുക്ക് കാർട്ടൂൺ ടേബിൾ ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് പിക്കാക്സും സോഡ ഉണ്ടാക്കാം. അതിനാദ്യം നമ്മളെ ഇത് വേണം, വടി. ഗൈസ് നമുക്ക് പിക്കാക്സും ആക്സും ഇതെല്ലാം ഉണ്ടാക്കാം. സോഡ് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. സോഡ് ഞാൻ പണ്ട് ഉപയോഗിക്കാറുണ്ട്. പണ്ട് ഞാൻ സോഡ് മാത്രമേ അതിന് ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ആക്സ് ഉപയോഗിച്ച് ശീലമായിപ്പോയി. നമ്മളിപ്പോൾ നെതറൈറ്റിൻ്റെ സോഡെല്ലാം കിട്ടിയാൽ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അല്ലാത്ത നമ്മളിതെല്ലാം ഞാൻ ആക്സ് കൊണ്ട് തന്നെ ആക്കുന്നതാണ്. എന്തായാലും വലിയൊരു ഇതാണ്. എനിക്ക് പല പ്ലാനുകളുണ്ട്, പല ബിൽഡിങ്ങുകൾ ഇതെല്ലാം പണിയാനുണ്ട്. എന്തായാലും ഞാൻ നടത്തും.
എന്നാലും അതെല്ലാം ഒരു 5ാമത്തെ സീസൺ തൊട്ടായിരിക്കും, അല്ല സോറി 5ാമത്തെ എപ്പിസോഡ് തൊട്ടായിരിക്കും നമുക്ക് കാണാൻ നല്ല സുഖമുണ്ടാവുക. നമുക്കിപ്പോൾ അയൺ നോക്കാം. ഇത് അയണല്ല ഗൈസ്, ഇത് അയണല്ല, ഇത് അയണല്ലോ, അയണല്ല, സോറി മാറിപ്പോയി ഗൈസ്, സ്റ്റോണല്ല, എൻ്റെ കൂടെ അയണായിപ്പോയതാണ്, എന്നോട് ക്ഷമിക്കുക. സ്റ്റോണല്ല ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ കുറേ കാലമായി കളിക്കാത്തത്, അതിൻ്റെ ഒരു ഇതുണ്ടാവും. ആൻഡ് നമുക്ക് വേറെ എവിടെയും പോയി കുഴിച്ച് നോക്കാം. അതാണ് സ്റ്റോണല്ല, അത് വേറെന്തോ ആണ്. ഇവിടെ കുഴിച്ച് നോക്കാം ഗൈസ്. ഓ ഇവിടെ വാട്ടറാണ് ഗൈസ്. ഇത്രയും അൺലക്കുള്ള വേറെ ആളുണ്ടാവുകയില്ല, ഇത്രയും അൺലക്ക് ഉള്ള ഒരാളുണ്ടാവില്ല ഗൈസ്. ഏടെ കുഴിച്ചാൽ ഏടാ കാര്യമാവുക വെച്ചാൽ ഇതുപോലെ തന്നെയാണ് പറയുന്ന പോലെയാണ്. നല്ല വെള്ളമൊക്കെ ഉണ്ട്, നമുക്കില്ലെങ്കിൽ പോവാം. വേറെ 5-6 പശുവിനെ ഇതിനെല്ലാം കൊന്നിട്ട് അങ്ങ് പോവാം ഗൈസ്. അതിന് മുന്നേ നമുക്ക് നമ്മളെ ഇവിടെ ഒന്ന് കുഴിച്ച് നോക്കണം. ഇതിൻ്റെ നമുക്ക് സ്റ്റോൺ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഇതാക്കാൻ. സ്റ്റോൺ കണ്ടുപിടിക്കാം ഗൈസ്. എന്തായാലും നമ്മൾ 200 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതെന്തായാലും പറ്റും. എല്ലാവരും ഒന്ന് ലൈക്കോ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്, നമുക്ക് പവറാക്കാം. ഗൈസ് നമുക്ക് പല പ്ലാനുകളുണ്ട്. എനിക്ക് ആദ്യം ഒരു വീട് വെക്കണം, എനിക്കെന്തായാലും നല്ലൊരു വീട് തന്നെ നോക്കണം. എനിക്ക് പല പ്ലാനുണ്ട്. ഞാൻ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇപ്പം തന്നെ ഒരു പ്ലാൻ പറഞ്ഞുതരാം. അതായത് എനിക്ക് നല്ലൊരു മലപ്രദേശം കണ്ടെത്തണം. അത് 2 മല ഇങ്ങനെ കൂട്ടിമുട്ടുന്നതായിട്ട് അതേ സ്ഥലം. അവിടെ എനിക്കൊരു ഡാം പോലെ എന്തെങ്കിലും ഒരു പണിയണം. ഡാം ഇങ്ങനെ പണിഞ്ഞിട്ട് അവിടെ തന്നെ ഒരു വീട്, ഒരു എന്താ പറയുക, ഒരു ക്ലാസിക് ആയിട്ടുള്ളൊരു വീട് തന്നെ വെക്കണം. നല്ലൊരു അടിപൊളി പഴഞ്ചൻ വീട് വെച്ചിട്ട് അവിടെ കൃഷിയും പിന്നെ അയൺ ഫാം ഇതെല്ലാം നടത്തണമെന്ന് എനിക്കുണ്ട്. പിന്നെ നമുക്ക് ഡയമണ്ട്സ് എന്തായാലും വേണം, നമുക്ക് അയൺ വേണം, അയൺ മൈൻ ചെയ്യാൻ പോകണം. ആൻഡ് നമുക്ക് ഇതെല്ലാം ഒന്ന് കളഞ്ഞ് കളയാം. എനിക്ക് ഫുഡ് തീരെ ഇഷ്ടമില്ല ഗൈസ്. ആൻഡ് നമുക്ക് കുറച്ച് ഇതിനെല്ലാം അങ്ങ് കൊന്നു കളയാം, പശുവിനെയും കാര്യത്തിനെല്ലാം കാണുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. ഈ ഷീപ്പിനെ എന്തായാലും ഒന്ന് കൊല്ലാം. നമുക്ക് എന്തായാലും കുറച്ച് ഇറച്ചി വേണം, എന്തായാലും മസ്റ്റാണ്. എന്തായാലും ഈ ഷീപ്പിനെ കൊല്ലാം. ഷീപ്പിനെല്ലാം കൊന്നിട്ട് നമുക്ക് ബെഡുണ്ടോ ഓൾറെഡി, എന്തായാലും കൊന്നേക്കാം. നമുക്ക് ഫുഡ് വേണം, ബ്രെഡാണ്. ബ്രെഡ് 8 ബ്രെഡേ ഉള്ളൂ, തീർന്നു പോകാൻ സാധ്യതയുണ്ട്. ഷീപ്പ് ഇതിനെയും കൂടെ അങ്ങ് കൊന്നു കളയാം. ഞാൻ കുറേ കളി കളിച്ചു, അതുകൊണ്ട് എൻ്റെ കൈ ഒരു ഏല് കിട്ടുന്നില്ല. അത് വന്നാൽ ഞാൻ സീനായി തന്നെ കളിക്കുന്നതായിരിക്കും. മറ്റേ ഈ ബെഡ് വാർ കളിക്കണം. ബെഡ് വാറിൻ്റെ ഇവിടെ ഉടനെ ഉണ്ടാവുന്നതായിരിക്കും. അത് കഴിച്ച് എനിക്ക് ഷീപ്പിൻ്റെ കാര്യത്തിൽ പിങ്ക് ഷീപ്പ് ഭയങ്കര റെയറാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ എനിക്ക് തീരെ റെയറില്ല. ഞാൻ മിക്ക കളിയിലും ഞാൻ പിങ്ക് ഷീപ്പിനെ കാണാറുണ്ട്, മിക്ക വേൾഡ് തുടങ്ങുന്നവരും. എനിക്ക് പിങ്ക് ഷീപ്പ് അത്ര റെയറല്ല. ലണ്ടൻ ഡ്രാഗനെ ഇവരെല്ലാം കൊല്ലണം. നമുക്കൊരു വാറെല്ലാം നടത്തണം. അതുവരെയായിട്ട് നമ്മളൊരു എന്തായാലും ഒരു 3K 2K എല്ലാം അടിക്കുന്നപ്പോഴത്തേക്ക് സബ്സ്ക്രൈബേഴ്സ് ആക്കുന്നപ്പോഴത്തേക്ക് അത് നിങ്ങൾ നല്ല വ്യൂസും കാര്യങ്ങളെല്ലാം വരുത്തുന്നപ്പോഴത്തേക്ക്
നമുക്ക് ഇത് തുടങ്ങണം, മൾട്ടിപ്ലേ ഹാർഡ്കോർ തുടങ്ങണം. നമ്മൾ സപ്പോർട്ട് വേണം. അപ്പോൾ എന്തായാലും ഒരു മൈൻ ചെയ്യണം ഗൈസ്. മൈൻ നമുക്ക് 2-3 അയൺ എടുത്തിട്ട് നമുക്ക് അങ്ങ് പോരാം. ചെറിയൊരു സ്റ്റെക്കിൻ്റെ കുറവുണ്ടാകും ഗൈസ്. നമുക്കൊന്നും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് അങ്ങ് പോവാം. പക്ഷേ നിങ്ങൾക്കറിയാലോ, പണ്ടേത്തന്നെ പോലെയല്ല. പണ്ടെല്ലാം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് മൈൻ ചെയ്താലോ ഡയമണ്ട് എല്ലാം കിട്ടും. നമ്മളിങ്ങനെ ചെറിയ ഗുഹയായിരിക്കുമല്ലോ സ്ട്രെയിറ്റ് മൈൻ ചെയ്യണം. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഭയങ്കര വലുതാണ് ഗുഹകളും കാര്യങ്ങളെല്ലാം. പക്ഷേ ഞാൻ പുതിയ അപ്ഡേറ്റ് അങ്ങനെ അധികം കളിച്ചിട്ടില്ല. കളിച്ചിട്ടില്ല എന്നല്ല, ഞാൻ എന്തായാലും കളിച്ചിട്ടുണ്ട്. നമ്മളെ വലിയ കേവലം വന്ന ഈ സമയത്തെല്ലാം ഞാൻ നല്ലോണം കളിച്ചിട്ടുണ്ട്. നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കണം, ഫ്രണ്ട്സായിട്ട് കളിക്കണം. നമുക്ക് എന്തായാലും ഒന്ന് മൈൻഡ് ചെയ്യാൻ പോവാം. നമുക്ക് ടോർച്ച് വേണം ഗൈസ്. ടോർച്ച് മസ്റ്റാണ് നമുക്ക്. ടോർച്ച് എനിക്ക് തീരെ കാണുകയില്ല. എന്നാലും നമുക്ക് നൈറ്റ് വിഷൻ്റെ ഒരു മോഡ് കയറ്റണം. വിഷൻ മോഡ് എന്തെങ്കിലും വെക്കാണ്ട് തന്നെ ഞാൻ കയറ്റുന്നതായിരിക്കും. നമുക്കൊരു മൈനിങ്ങിൻ്റെ ഒരു എപ്പിസോഡെല്ലാം ഇറങ്ങുന്നത് ഞാൻ കേട്ടാം. ഇനി എന്തായാലും ഞാൻ ഈ വീഡിയോ ഇത്തിരി ലെങ്ത്ത് കൂടുതലായിരിക്കും. ഇനി എന്തായാലും ഞാൻ വരുത്തില്ല. ഇനി 10 മിനിറ്റിൻ്റെ മേലെ അധികം വരികയില്ല. ഒരു 12 മിനിറ്റിൻ്റെ മേലെ എന്തായാലും വരികയില്ല. ഇനി ഞാൻ ഇതൊരു സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിടുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഓരോ ഇതായിട്ടിരിക്കും. അടവണ സീനൊപ്പം പോകും. അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കാണുന്ന തന്നെ ഇല്ല. അവിടെ അയണുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ വീഡിയോ ഇടുകയില്ല. ഇപ്പോൾ ഒരു ഇതുണ്ടാവില്ലേ, ഇപ്പോൾ ഞാൻ വീടുണ്ടാക്കുന്നൊരു വീഡിയോ ഇടും, മൈനിങ്ങിന് വന്നൊരു വീഡിയോ, അങ്ങനെ ഞാൻ വീഡിയോ ഇടുന്നില്ല. അങ്ങനെ വലിച്ചു കിട്ടി അങ്ങ് വീഡിയോ ഇടുന്നില്ല. ഈ വീഡിയോ എന്തായാലും നല്ല ലെങ്ത് ഉണ്ടാവും. എന്തായാലും ഒരു 20-25 മിനിറ്റെല്ലാം ഉണ്ടാവുമായിരിക്കും. ഞാൻ എന്തായാലും പരമാവധി ചുരുക്കാൻ നോക്കാം. നമുക്ക് എല്ലായിടത്തും പോവാം. ടോർച്ച് എനിക്ക് എന്തൊരു ഗൈസ്. ക്രീപ്പർ ഗൈസ്. എൻ്റെ മോനെ, ഞാൻ വിചാരിച്ച് ഇപ്പം തന്നെ പോകുന്നു. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഒരു ക്രീപ്പറിനും കൂടെ അതിനെ കൂടി അങ്ങ് തീർത്തല്ലേ. ക്രീപ്പറാണ് ഗൈസ്. നമുക്കറിയാം, നിങ്ങൾ നോക്കിയാൽ കാണാം, മിക്ക ഹാർഡ്കോറിൻ്റെ ലെജൻസി ആയ ആൾക്കാർ വരെ ക്രീപ്പറിൻ്റെ കൊണ്ടാണ് മരിക്കുന്നത്. ക്രീപ്പർ കൊണ്ട് തന്നെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൈൻക്രാഫ്റ്റ് യൂട്യൂബർ ആരാ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡ്രീമാണ്. ടെക്നോബിലേഡും ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ലായിരുന്നു. സായികനുണ്ട്, നമുക്കതെടുക്കാം. ആൻഡ് നമ്മളെന്തായാലും ഡ്രീമിനൊപ്പം തന്നെ സ്പീഡ് റണ്ണെല്ലാം ചെയ്യാൻ മനസ്സിൽ പ്ലാൻ ഉണ്ട്. പക്ഷെ നിങ്ങളെ സപ്പോർട്ട് വേണം, വന്നാലേ എനിക്ക് എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. അത് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അവിടെ നല്ലൊരു അയൺസ് തന്നെ ഉണ്ട്. 4-3 അയൺ ഉണ്ട് അവിടെ. സോംബി ഉണ്ട്. എനിക്ക് കുറേ കാലം ഞാൻ ഇതിൻ്റെ മുന്നേ ട്രെയിനിങ് ക്രീപ്പർ എൻ്റെ പഴയ കളിഞ്ഞ് കണ്ടിട്ടില്ല. കേറിപ്പറ പഴയ ഞാനത്തേനാണ് ക്രീപ്പറൊന്നും ഇവിടെ ഉണ്ടാവില്ലേ. കുറേ കാലം ഞാൻ കളിക്കാത്ത, അതുകൊണ്ട് തന്നെ കൈ ഇത് കെട്ടായിട്ടാണ്. അതായിട്ട് ഞാൻ ഈ എത്ര വലിയ ഹാർഡ്കോർ കളിക്കുന്നുണ്ട്, ഒരു പേടിയും ഇതും ഇല്ലാണ്ട് കളിക്കുന്ന ആളാണ്. ഇപ്പം എന്താണെന്ന് അറിയില്ല. കഷ്ടപ്പെട്ട് തുടങ്ങി യൂട്യൂബിലെല്ലാം ഇടുന്നതുകൊണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് സബ് വെക്കുക. സബ് പരമാവധി നിങ്ങളെല്ലാവരും വെക്കുക. നിങ്ങൾക്കൊരു ക്ലിക്കിനൊന്നും നടക്കുന്നില്ല, പക്ഷെ ഞങ്ങൾക്കത് വലിയൊരു ഇത് തന്നെയാണ്. ഞാൻ എൻ്റെ ഷോർട്സ് എല്ലാവരും കാണാം. ഞാൻ നല്ല ഇതുള്ള ഷോർട്സ് എല്ലാം ഇടാറുണ്ട്. ഷോർട്സ് ഇട്ടാണ് ഞാനിപ്പോൾ എന്തായാലും ഇത്രയും ഒരു ഇതെല്ലാം നേടിയത്. നമുക്ക് എന്തായാലും നിങ്ങളോട് നല്ലൊരു സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇതിന് നല്ല സപ്പോർട്ട് കിട്ടാൻ ഇനി നിങ്ങൾ എത്ര പേരെ പറയുന്ന അത്ര ഉണ്ടാവും. ഇനി ഞാൻ അഥവാ ഇതിൽ മരണപ്പെട്ടാൽ
ഞാൻ നെക്സ്റ്റ് ഒരു ഇതായിട്ട് തുടങ്ങുന്നുണ്ട്, അടുത്തൊരു ഇതായിട്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, അതായത് ഒരു മരണം അങ്ങനെ സീസൺ 2 അങ്ങനെയാണ് ഞാൻ പോവുക. അപ്പം ഇത് വരച്ചാൽ സീസൺ 2 ആയിട്ട് വരും. എന്നാലും സീസൺ 1 എന്തായാലും എനിക്കൊരു 30 എപ്പിസോഡെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഗൈസ് എമറാൾഡല്ല അത്, ഗൈസ് എമറാൾഡ് സ്റ്റോൺ കൊണ്ട് പൊട്ടിയാൽ കിട്ടുമോ? ഇല്ല ഗൈസ്, ഇല്ല, എമറാൾഡ് കിട്ടത്തില്ല. വയാണ് ഇപ്പം അവിടെ വെച്ച് മറന്നു. എമറാൾഡെല്ലാം കിട്ടുന്നത് ഗൈസ് നമ്മളിപ്പം നല്ലതാണ്, പോയാൽ ഡയമണ്ടെല്ലാം കിട്ടുമായിരിക്കും. ബട്ട് ഇപ്പം ഞാൻ റിസ്ക് എടുക്കാൻ ഇതല്ല, അതൊരു മൈനിങ് പ്ലേസിലാണ് തുടങ്ങണം. ആദ്യം തന്നെ എനിക്ക് ഇത് തുടങ്ങണം, എനിക്ക് നല്ല ഇതിൽ സ്ഥലം തുടങ്ങണം. പക്ഷേ ഗൈസ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, അതെ ഞാൻ വന്ന വഴി മറന്നു. അതായത് ഞാൻ അതിലേക്കൂടെ ഞാൻ വന്ന് അപ്പാടെ എൻ്റെ ഒരു മറന്നു. എൻ്റെ വലിയൊരു പ്രശ്നമാണ്. ഗൈസ് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടുന്നില്ല, ഞാൻ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ബാക്കി കണ്ടോ. ഗൈസ് ഞാൻ പുറത്തിറങ്ങിയാലോ ഇതാണ്ട് മൊത്തം സോംബീസാണ്. അപ്പോൾ റെക്കോർഡ് ബട്ടൺ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ മതിൽ കെട്ടി നിന്നെയാണ്. അതായത് മലേൻ്റെ അവിടെ തന്നെയാണ് നമ്മൾ ഉള്ളായിരുന്നത്. ഒരു വില്ലേജർ സോംബി ഗൈസ്. ഓ ക്രീപ്പറാണ് ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഇതിൻ്റെ അകത്ത്. ഗൈസ് എന്തായാലും നമുക്ക് നല്ല ഇത് തന്നെ. ഞാൻ പറഞ്ഞ ചെറിയൊരു സ്റ്റെക്ക് ഉണ്ടാവും. നമ്മളവിടെ വില്ലേജർ സോംബിനെ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു വില്ലേജ് ഉണ്ട് എന്നാണ് അർത്ഥം. നമുക്ക് എന്തായാലും ഈ ഒരു വില്ലേജ് ഈ ഒരു ഭാഗത്ത് തന്നെ സ്റ്റേ ചെയ്യാം. പക്ഷെ മല ഞാൻ കണ്ടെത്തും, അല്ല നമുക്ക് മല ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാം. എനിക്ക് മടിയാണ്, അതായത് എനിക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഭയങ്കര അധികം മടിയാണ്. ഞാൻ ഈ സർവൈവലാണ് ഞാൻ കൂടുതൽ നോക്കാറ്. നമുക്കെന്തായാലും അണ്ടർറൈക്കിനെല്ലാം എന്തായാലും കൊല്ലണം. വിച്ചല്ലേ ഗൈസ്, അത് അവിടെ വിച്ചുണ്ട്. നമുക്ക് ഈ മല കയറി പോവാം. നിറച്ചും സോംബീസ് ഗൈസ്. ഇവിടെയാണ് കിടക്കാം, പക്ഷെ കിടക്കാൻ സോംബീസ് ഇതുവരെ ഉള്ളതുകൊണ്ട് തന്നെ കിടക്കാൻ പറ്റില്ല. അതാരാ? ഞാൻ പണ്ടൊന്ന് തുടങ്ങിയിരുന്നു ഒരു ഹാർഡ് കോർ. അങ്ങനെ യൂട്യൂബ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ തുടങ്ങിയിട്ട് ഞാൻ 2 ഹാർഡ് കോർ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിർത്തിയതാണ്. കുറേ കാലത്ത് ഞാൻ ഹാർഡ് കോറെന്ന് വെച്ചാൽ 2 ഹാർഡ് കോർ ഞാൻ കളിച്ചിട്ടുള്ളൂ. അതിൽ ഒന്ന് തന്നെ ഒരു കുട്ടി സോംബിയാണ് ഒരു ഹാർഡ് കോറിലെല്ലാം കൊന്ന്. എനിക്ക് വലിയ സ്ഥലങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ വല്ല ഫുൾ നമ്മൾ നെതറായിട്ട് ആർമറെല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ഒരു കുട്ടി സോംബി വിചാരിച്ചാൽ എന്നെ കൊന്നു. എന്നാൽ ഞാൻ ലാവയിൽ വീണിട്ട് ഞാൻ ചാവാൻ നിൽക്കുന്നു. നേരെ കുട്ടി സോംബിയാണ്. പിന്നെ ക്രീപ്പർ വന്ന് പൊട്ടി, വേറൊരു ആൾക്കൊരു ക്രീപ്പർ വന്ന് പൊട്ടി. നമ്മളിത് വില്ലേജ് ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ്, അവിടെ ഒരു വില്ലേജർ സോംബി ഉണ്ട്. നമ്മുടെ ഒരു വില്ലേജ് ഉണ്ടാവും. നമുക്കിവിടെ ഉറങ്ങാം, ഇവിടെ എന്തായാലും ഉറങ്ങാം. മാറിച്ചേക്കാം, നമുക്ക് ബെഡുണ്ട്. പുറത്ത് നിറച്ച മാപ്സാ ഗൈസ്. ആ സ്കെൽട്ടനല്ലതാ. നമുക്ക് കിടക്കാം. ഇനിയുണ്ടോ കുറേ ഉണ്ടോ? ഇല്ല, സോംബി അതാ അത് കയറിയിട്ടുണ്ട് സോംബി. കിടക്കാൻ പറ്റുന്നില്ല. സ്പൈഡർ എന്തെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ട്. ഗൈസ് എൻ്റെ പിക്ക് ആക്സ് പൊട്ടിപ്പോയി. എന്തായാലും ഒരു ആക്സ് ഉണ്ടാക്കട്ടെ. ആക്സ് ഉണ്ടാക്കാം നമുക്ക്. പുറത്തിറങ്ങിയിട്ടല്ല, ലാവിലായി ഗൈസ്. ഇനി പുറത്തിറങ്ങിയിട്ട് കാര്യമില്ല, അല്ല ഇനി കിടന്നിട്ട് കാര്യമില്ല. ഷീൽഡ് ഉണ്ടാക്കാം, നമുക്ക് ഷീൽഡ് ഉണ്ടാക്കണം. അതുകൊണ്ട് അയണെല്ലാം കൊടുക്കുകയും ചെയ്യണം. ആക്കണം ഗൈസ്, നമുക്ക് നല്ല രീതിയിൽ തന്നെ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നടക്കണമെങ്കിൽ, അതെല്ലാം എനിക്ക് പറ്റണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് വേണം. എന്നാലും എനിക്ക് വീഡിയോ ഇടാനൊരു ഇതുണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളൊരു സപ്പോർട്ട് എനിക്ക് തരിക, അത്ര എനിക്ക് പറയാനുള്ളൂ.
ലാവിലായി ഗൈസ്, എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് കിടന്നിട്ട് കാര്യമില്ല ഗൈസ്. ഒരു സ്പൈഡറാണ്, അതിന് കൊന്നാളിയോ. പിന്നെ ഗൈസ് അതിന് 3 കാലമുള്ള സാധനമില്ല, എൻ്റെ പേരൻ്റെ കൂടെ മറന്നുപോയി ഗൈസ്, പേരൻ്റെ കൂടെ മറന്നുപോയി. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഈ മണിയെല്ലാം എടുക്കണം ഗൈസ്. നമുക്ക് എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. ഞാൻ അറിയാണ്ടൊന്ന് താത്തിപ്പോയതാണ്. അപ്പം എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് തരണം എനിക്ക്. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഗൈസ് നമ്മൾ അടുത്ത വീഡിയോയിൽ നല്ല വീടും കാര്യങ്ങളെല്ലാം വെക്കാൻ പോവുകയാണ്. ആൻഡ് നമുക്ക് ഡാം ഉണ്ടാക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഗൈസ് അതെല്ലാം വരും. ബായ്.